റമദാൻ 3 മൂന്നാമത്തെ ജുസുയിലാണ്. തിൽക റുസുൽ എന്ന വാക്കുകൊണ്ടാണ് ഈ ജുസു ആരംഭിക്കുന്നത്. അൽ ബഖറയിലെ 253 ആയത്ത് മുതൽ അൽ ബഖറ തീരുന്നത് വരെയും ആലു ഇമ്രാനിലെ 91 ആയത്തും ഉൾക്കൊള്ളുന്നതാണ് ഈ മൂന്നാമത്തെ ജുസു. ഈ ജുസുയിൽ സംസ്കാരം, സാമ്പത്തികം, ധാർമ്മികത, സാമൂഹിക സ്ഥിതിഗതികൾ ഇതെല്ലാം പരാമർശിക്കുന്നുണ്ട്. പ്രധാനമായും ആലു ഇബ്രാഹിമും ആലു ഇമ്രാനും, ഇമ്രാന്റെ കുടുംബം, ഇബ്രാഹിമി കുടുംബം, ഈ രണ്ട് കുടുംബങ്ങളും ഈ ജുസുയിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജുസുവിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ സൂറയുടെ പേര് തന്നെ ആലു ഇമ്രാൻ എന്നാണ്. രണ്ട് സാഗരങ്ങൾ ഒരുമിക്കുന്ന ഒരു ജുസു ആണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. അൽ ബഖറയുടെ അവസാനവും ആലു ഇമ്രാനിന്റെ ആദ്യവും. ഈ ജുസുയിൽ കൂടുതലായി പരാമർശിക്കുന്നത് അമ്പിയാക്കളെ സംബന്ധിച്ചാണ്. ഇത് തുടങ്ങുന്നത് തന്നെ തിൽക റുസുലു ഫദ്ദൽനാ ബഅ്ദഹും അലാ ബഅദ്, ആ മുർസലീങ്ങൾ അവരിൽ ചിലരേക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അമ്പിയാക്കളിലുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും ഈമാൻ കാര്യങ്ങളിൽ ഉൾപ്പെട്ടതുമാണ്. സാധാരണ അമ്പിയാക്കളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാറാണ്. എന്തെല്ലാം വിശ്വസിക്കണം എന്ന് വിശദമായി പറയാറില്ല, മുഴുവനും പറയാനുള്ള സമയവും ഇല്ല. അതിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഇത്രയും ആയാത്തുകൾ അമ്പിയായിനെ പറ്റി പറയുന്നത് കൊണ്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, അള്ളാഹു നിയോഗിച്ച എല്ലാ നബിമാരെയും നബിമാരാണെന്നും എല്ലാ മുർസലീങ്ങളെയും മുർസലുകളാണെന്നും വിശ്വസിക്കുന്ന വിഭാഗം ലോകത്താകെയുള്ളത് നമ്മൾ മാത്രമാണ്, അഥവാ മുസ്ലിമീങ്ങൾ മാത്രമാണ്. എല്ലാവരും അംഗീകരിക്കൂല. ഒരു നബിയെ തള്ളിയാൽ മതി, അവർക്ക് അമ്പിയായിലുള്ള വിശ്വാസമില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഉദാഹരണത്തിന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ പറ്റി പറയുമ്പോൾ അല്ലാഹു പറഞ്ഞു, കദ്ദബത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത മുർസലീങ്ങളെ കളവാക്കി കളഞ്ഞു. അവര് മുർസലീങ്ങളെ കൂട്ടത്തിൽ ആകെ നൂഹ് നബിനെ കണ്ടിട്ടുള്ളൂ, വേറെ മുർസലൊന്നും ലോകത്ത് വന്നിട്ടില്ല. പക്ഷെ ഒരു റസൂലിനെ തള്ളിയപ്പോ മുർസലീങ്ങളെ മൊത്തം തള്ളിയവരാണ്. കദ്ദബത്ത് ആദുൻ അൽ മുർസലീൻ, കദ്ദബത്ത് സമൂദ് അൽ മുർസലീൻ, കദ്ദബത്ത് ഖൗമു ലൂത്ത് അൽ മുർസലീൻ. ഇങ്ങനെയൊക്കെ ഖുർആനിൽ ആയത്തുകൾ കാണും. ഒരു റസൂലിനെ തള്ളിയപ്പോ മുഴുവൻ മുർസലുകളെയും അവര് നിരാകരിച്ചു, തള്ളി, വിശ്വസിച്ചില്ല എന്ന പ്രയോഗം കാണാൻ കഴിയും. അപ്പൊ എല്ലാ മുർസലീങ്ങളെയും വിശ്വസിക്കുക. നമ്മൾ അങ്ങനെ എല്ലാ നബിമാരെയും അംഗീകരിക്കുന്നവരാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി എന്ന വാക്ക് ഈ ജുസുയിലാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഒരു റസൂലിനെയും അദ്ദേഹത്തിന്റെ റിസാലത്ത് അംഗീകരിക്കാത്ത അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു നബിയുടെയും നുബുവത്ത് അംഗീകരിക്കാത്ത അവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നുബുവത്ത്, റിസാലത്ത് എന്ന് പറയുന്ന രണ്ട് പദവി അത് കസ്ബിയല്ല, ഇലാഹിയാണ് എന്ന് കൂടി നാം വിശ്വസിക്കണം. കസ്ബി എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചുണ്ടാക്കുന്നത്. വിലായത്ത് എന്ന ഒരു പദവിയുണ്ട്. അല്ലാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കുന്ന, ഇഷ്ടം കരസ്ഥമാക്കുന്ന പദവിയാണ് വിലായത്ത്. അതിനാ വലിയ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഔലിയാക്കന്മാർ എന്ന് പറയുന്ന പരിപാടി ഉണ്ട്. ഈ വിലായത്ത് എന്ന് പറയുന്നത് കസ്ബിയാണ്, അഥവാ മനുഷ്യന് ഉത്സാഹിച്ചാൽ ലഭിക്കുന്ന സംഗതിയാണ് അല്ലാഹുവിന്റെ സ്നേഹം. അതെങ്ങനെ ലഭിക്കുമെന്ന് ഖുദ്സിയായ ഹദീസിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആ ഭാഗം വിശദീകരിക്കാൻ സമയമില്ല. എന്നാൽ ഒരാൾക്ക് നബിയാകണം എന്ന് ഉദ്ദേശിച്ച് നല്ലോണം പരിശ്രമിച്ച് അങ്ങനെ നബിയാകാൻ സാധ്യമല്ല.
കാരണം നുബുവത്ത് എന്നതും റിസാലത്ത് എന്നതും ജനങ്ങളുടെ ഇടയിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുക്കുന്ന, അള്ളാഹുവിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡം അനുസരിച്ച് തിരഞ്ഞെടുത്ത് അള്ളാഹു തആല കൊടുക്കുന്നതാണ് ഈ നുബുവത്ത് റിസാലത്ത് എന്ന പദവി. അതുപോലെ നബി വേറെ റസൂല് വേറെ. ഇവരുടെ എണ്ണം കൃത്യമായ റിപ്പോർട്ടുകൾ ഇല്ലെങ്കിലും 1,00,000-ൽ പരം നബിമാരുണ്ട്, 300 ചില്ലാനം മുർസലീങ്ങളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അതുപോലെ ഈ നബിമാരാകട്ടെ മുർസലുകളാകട്ടെ അവരൊക്കെ മഅ്സൂമുകളാണ്. മഅ്സൂമുകൾ എന്ന് പറഞ്ഞാൽ തെറ്റ് വരാൻ സാധ്യതയില്ലാത്ത ആളുകളാണ്. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അപാകതകൾ ആയി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ അല്ലാഹു തിരുത്തും. നമ്മുടെ അങ്ങനെയല്ല. നമ്മളിൽ ഒരു തെറ്റുണ്ടായാലും അത് തിരുത്തുന്ന പരിപാടി അല്ലാഹു തിരുത്തൂല. പിന്നെന്താ, അത് തൗബ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മടങ്ങാം. ഇവരുടേത് അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു അപാകത വന്നു പോയാൽ ഉടനെ അല്ലാഹു തിരുത്തിക്കളയും. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് തെറ്റ് സംഭവിക്കുകയില്ല. എന്തുകൊണ്ട്? അത് തിരുത്തിയിട്ടില്ലെങ്കിൽ പിൻഗാമികൾക്ക് അത് ദീനായിട്ടേക്ക് വരും. തിരുത്തിയിട്ടില്ലെങ്കിൽ അത് ദീനായിട്ട് വരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന്റെ അടുത്ത് ഒക്കെ വന്ന് ചെറുതായിട്ടൊന്ന് അകറ്റണം, ഈ ഖുറൈശികൾ പ്രമുഖന്മാരോട് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോ ഉടനെ തന്നെ അല്ലാഹു തആല ഇടപെട്ടിട്ട് പാടില്ല, ഇവരുടെ കൂടെ ഇരുന്നോളണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ഇടപെട്ട് സംസാരിച്ചതൊക്കെ ഖുർആനിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് വളരെ വിശാലമായ വിഷയമാണ്. ഏതായാലും അവരെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യം, മുർസലീങ്ങളെ പറ്റി എന്തൊക്കെയാണോ അവരോട് അല്ലാഹു എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞത് അത് മുഴുവനും അവരെത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നുപോലും മറച്ചു വെച്ചിട്ടില്ല. അവർ മഅ്സൂമാണ്. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ച ആളുകളാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അമ്പിയാക്കളെ പറ്റിയും മുർസലീങ്ങളെ പറ്റിയും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഉസൂലുദ്ദീന് ഒന്നാണ്. എല്ലാ നബിമാരും മുർസലീങ്ങളും പറഞ്ഞ ഉസൂലുദ്ദീൻ അടിസ്ഥാനം ഒന്നാണ്. അത് തൗഹീദാണ്, ഈമാൻ കാര്യമാണ്. ഉസൂലുദ്ദീൻ, ഫുറൂഉദ്ദീൻ ഉണ്ട്, അതിന്റെ അനുബന്ധങ്ങൾ. ഈ അനുബന്ധങ്ങളിൽ ചില്ലറ മാറ്റങ്ങൾ ശരീഅത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അൽ-അംബിയാഉ ഇഖ്വത്തു ലിഅല്ലാത്തിൻ ദീനുഹും വാഹിദ് വ ഉമ്മഹാത്തുഹും ശത്താ. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതായത് അമ്പിയാക്കളെല്ലാം പല ഉമ്മമാരുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ്. ഉമ്മമാര് പലതാണ്, ഒരു ഉപ്പയാണ്. ഒരു ഉപ്പയാണെന്ന് പറഞ്ഞാൽ തൗഹീദ് ഒന്നാണ്, ഉസൂലുദ്ദീൻ അടിത്തറ ഒന്നാണ്. ഉമ്മമാര് പലതാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീഅത്ത്, ആ ദീൻ അനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും വന്ന ജനങ്ങളുടെ ഭൗതിക വികാസത്തിനനുസരിച്ച് ശരീഅത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കടുകട്ടിയുള്ള ശരീഅത്തായിരുന്നു. ഈ വിഷയത്തിൽ നമ്മളെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചത്. വളരെ ലളിതമായ ശരീഅത്താണ് ഉമ്മത്ത് മുഹമ്മദിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. അതുപോലെ നബി എന്നാലും റസൂൽ എന്നാലും ചില വ്യത്യാസമുണ്ട്. റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു സമുദായം പാടെ അധപ്പതിക്കുകയും പരിപൂർണമായി ശുദ്ധിരാവുകയും ചെയ്യുന്ന സമയത്ത് അവരെ തൗഹീദിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേക കിതാബുകൾ കൊടുത്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞേക്കുന്ന ആൾക്കാണ് റസൂല് എന്ന് പറയുക. നബി എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകം വേദഗ്രന്ഥം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മറിച്ച് നേരത്തെ ഉള്ള മുർസലിന് കൊടുത്ത, റസൂലിന് കൊടുത്ത വേദഗ്രന്ഥം അനുസരിച്ച് സമുദായത്തെ ഉത്ബുദ്ധരാക്കുന്ന, ഉത്ബോധിപ്പിക്കുന്ന ഇന്നത്തെ പണ്ഡിതന്മാരുടെ ജോലി നിർവഹിക്കുന്ന ആളുകൾക്കാണ് നബിമാർ എന്ന് പറയുന്നത് പൂർവ്വകാലത്ത്. അതുകൊണ്ടാണ് ഉലമാഉ ഉമ്മത്തി കഅംബിയായി ബനി ഇസ്രായീൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്റെ സമുദായത്തിലുള്ള പണ്ഡിതന്മാർ അവര് ബനു ഇസ്രായീലിലുള്ള അമ്പിയാകിനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ച് ഖുർആനിലേക്ക് ആളുകളെ വിളിക്കുന്നത് പോലെ തൗറാത്തിലേക്ക് ആളുകളെ വിളിക്കുന്ന നബിമാർ, അതുപോലെ ഇഞ്ചീലിലേക്ക് ആളുകളെ വിളിക്കുന്ന നബിമാർ, ഇങ്ങനെ മുർസലീങ്ങൾക്ക് കൊടുത്ത വേദഗ്രന്ഥങ്ങളിലേക്ക് ആളുകളെ വിളിക്കുന്ന നബിമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ആയത്തിൽ ജുസ്ഇൽ മനസ്സിലാക്കാനുള്ളത്, വിശുദ്ധ ഖുർആനിലുള്ള അഅ്ളമു ആയ, ഏറ്റവും വലിയ ആയത്ത് എന്ന് പറയുന്ന ആയത്തുൽ കുർസി സ്ഥിതി ചെയ്യുന്നത് ഈ മൂന്നാമത്തെ ജുസ്ഇലാണ്. ഏറ്റവും വലിയ ആയത്താണ്. സാധാരണക്കാർക്ക് വരെ ഫാത്തിഹ പോലെ കാണാതെ അറിയാവുന്ന
ആയത്താണ് ആയത്തുൽ കുർസി. ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും ആയത്തുൽ കുർസി ഓതേണ്ടതുണ്ട്. നമസ്കാരത്തിന് ശേഷം കൃത്യമായി ആയത്തുൽ കുർസി കൊണ്ട് നടക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ല. ഒന്നും മരിച്ചു കിട്ടിയാൽ മതി, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓതണം. അതുപോലെ നമ്മുടെ വീടിനും നമ്മുടെ ധനത്തിനും നമ്മുടെ എല്ലാ സംഗതികൾക്കും സംരക്ഷണമായി രാവിലെയും വൈകുന്നേരവും അദ്കാറു സ്വബാഹിലും മസായിലും ആയത്തുൽ കുർസി നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെയൊക്കെ പാരായണം ചെയ്താൽ യാതൊരു വിധത്തിലുള്ള ശല്യവും നമുക്കുണ്ടാവില്ല. പൈശാചികമായ ഉപദ്രവമോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ പൈശാചികമായ ഉപദ്രവം എന്നൊക്കെ പറയുന്ന സമയത്ത് ചില അടിച്ചറക്കലും ജിന്നബാധയും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി പലയിടങ്ങളിലും ചൂഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈനംദിന ചര്യകളിൽ നമ്മോട് എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യുക എന്നതിന് കവിഞ്ഞ് മറ്റൊന്നും നമുക്കില്ല. എങ്ങനെയാണ് ഈ ശൈത്താനൊക്കെ അടിക്കുക? ഖുർആൻ പറഞ്ഞത് കാണൂല. കാണാത്ത സാധനത്തിന് എന്തോ ഒരു കളിയുണ്ട്, കണ്ണും കെട്ടിയിട്ട് കല തച്ചുടക്കുന്ന ഒരു പരിപാടിയുണ്ട്, കാണാത്തുള്ള അടി. അതുപോലെ അടിക്കേണ്ടി വരും. കാരണം ശൈത്താനെ കാണാൻ പറ്റൂല എന്ന് അള്ളാഹു ഖുർആനിൽ പച്ചക്ക് പറഞ്ഞതാണ്. പിന്നെ അതിനെ മറികടന്നിട്ട് ആരെങ്കിലും ഞാൻ കാണുമെന്നൊക്കെ വാദിക്കുന്നുണ്ടെങ്കിൽ പച്ചക്കള്ളാണ്. ഞാൻ അടിക്കുന്നത് ശൈത്താനെയാണ് എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പച്ചക്കള്ളാണ്. കാരണം റസൂല് തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയിലുള്ളത് അല്ലാഹുമ്മ ഇന്നക സല്ലത അലൈനാ ശൈത്താനൻ അദുവ്വൻ മുത്തലിയൻ അലാ ഇബ്റാത്തിന യറാനാ ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ നറാഹു അല്ലാഹുമ്മ അയ്യിസുഹു മിന്നാ കമാ അയ്യസ്തഹു ബിറഹ്മതിക വഖന്നതുഹു അന്നാ കമാ ഖല്ലതഹു അൻ നഫ്ബിക വബഅദ് ബൈനനാ വബൈനഹു കമാ ബഅദ ബൈനഹു വബൈന ജന്നതിക എന്നൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതായത് അല്ലാഹുവേ, നീ ഞങ്ങളുടെ മേൽ അധികാരം കൊടുത്തിരിക്കുന്നത് ഞങ്ങളെ പിഴപ്പിക്കാൻ, ഞങ്ങളെ വസ്വാസാക്കാൻ നീ അധികാരം കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് കാണാത്ത ഒരു വർഗത്തെയാണ്. അവരെ നീ തന്നെ നിയന്ത്രിക്കണേ എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് കാവല് ചോദിക്കലല്ലാതെ നമുക്ക് തരമില്ല, വകുപ്പില്ല. അതുകൊണ്ട് മുഹബ്ബിദത്തെ പാരായണം ചെയ്യുക, ആയത്തുൽ കുർസി പാരായണം ചെയ്യുക പോലുള്ള പരിപാടികൾ മാത്രമാണ് കരണീയമായിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയത്തുൽ കുർസിയുടെ പാരായണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ ഈ സൂറയിൽ ജുസയിൽ പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ് എന്ന ഭാഗമാണ്. അതായത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ബലാത്കാരമില്ല. ആരെയെങ്കിലും നിർബന്ധിപ്പിച്ച് വിശ്വസിപ്പിക്കുന്ന പരിപാടി നടക്കില്ല. അത് ഖുർആനിന്റെ നസ്സാണ്. കാരണം ഒന്നാമതായി ചെയ്യേണ്ടത് ഷഹാദത്ത് കലിമയാണല്ലോ. ഇസ്ലാമിലേക്ക് വരുമ്പോ ഷഹാദത്ത് കലിമ എന്താക്കണം? ചെറുപ്പത്തിൽ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചു, മനസ്സിൽ ഉറപ്പിച്ചു, നാവ് കൊണ്ട് വെളിവാക്കി പറയാം. എങ്ങനെ? വാളെടുത്തിട്ടോ വടിയെടുത്തിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ മറ്റൊരാളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയാം? അതൊരിക്കലും കഴിയില്ല. അത് സ്വമേധയാ തീരുമാനിക്കേണ്ട സംഗതിയാണ്. അപ്പോ ഇസ്ലാമിൽ ഒരു ബലാത്കാരവും ഇല്ല. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം. അതായത് ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് തള്ളിക്കളയാം. ആരെങ്കിലും അല്ലാഹുവിനും പരലോകത്തിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വളരെ ഉറപ്പുള്ള കയർ തന്നെയാണ് അവൻ പിടിച്ചിരിക്കുന്നത്. അതുപോലെ ദുർമൂർത്തികളെ ആരെങ്കിലും തള്ളിക്കളയുകയാണെങ്കിൽ, അതിനെ ഒന്നും വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ അതും ഈമാനിന്റെ ഭാഗമായി അല്ലാഹു ഇതിൽ എണ്ണി പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു ബലാത്കാരവും നിർബന്ധവും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലില്ല. ഇക്റാഹില്ല, നിർബന്ധമില്ല എന്ന് പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിക്കാനും പാടില്ല. എന്താണ് തെറ്റായ വ്യാഖ്യാനം? വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിലും വിശ്വസിക്കാതിരിക്കാം. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും സമാണ്. അവൻ പരിപൂർണ്ണ സ്വാതന്ത്ര്യം തന്നതാണ് എന്ന അർത്ഥത്തിലുള്ള വാചകമല്ല അത്. ഇഷ്ടമുള്ളവർക്ക് നിക്കരിക്കാം, അല്ലെ നിക്കരിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ അള്ളാഹ്ക്ക് രണ്ടും കണക്കാണ് എന്ന അർത്ഥത്തിലല്ല. ഇത് ശരിയാണ് എന്ന് പറഞ്ഞു തന്നിട്ട് ഈ ശരി അംഗീകരിച്ചാൽ പ്രതിഫലമുണ്ടെന്നും ഇത് തള്ളിക്കളഞ്ഞാൽ ശിക്ഷയുണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞതാണ് അള്ളാഹു. ഈ ഭൂമിയിലുള്ള അവസ്ഥ എന്താ? ഇത് പരീക്ഷാ ഹാളാണ്. ഇവിടെ തെറ്റുത്തരവ് എഴുത, ശരിയുത്തരവ് എഴുത.
ഒരു കുട്ടി തെറ്റുത്തരം എഴുതിക്കൊണ്ടിരിക്കുമ്പോ ആ കുട്ടിയുടെ അടുത്ത് ടീച്ചർ പോയിട്ട് ശരിക്കും മനസ്സിലാവും ആ കുട്ടി എഴുതുന്നത് തെറ്റാണ്, മോനെ നീ തെറ്റാ എഴുതുന്നത് എന്ന് ആ സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കൂല. എന്താ പറഞ്ഞു കൊടുക്കാത്തത്? അപ്പൊ അത് പരീക്ഷയാവൂല. അല്ലെ തെറ്റ് എഴുതാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരവസ്ഥ പരീക്ഷയ്ക്ക് ചേർന്നതല്ല. അതുപോലെ ഇവിടെ തെറ്റും ചെയ്യാം ശരിയും ചെയ്യാം, രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്നെ ഈ ജുസുയിൽ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും നമ്രൂദും പരസ്പരം നടന്ന ഒരു സംഭാഷണം പറയുന്ന അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹിം ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക ഇദ് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദീ യുഹ്യി വ യുമീത്. അതിശക്തമായ ഒരു വാദപ്രതിവാദത്തിന്റെ സംക്ഷിപ്ത രൂപം അള്ളാഹു ഇതിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നമ്രൂദാണ്, മറുഭാഗത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. നമ്രൂദ് ചോദിച്ചു നിന്റെ റബ്ബാരാണ്? അതിന് മറുപടി ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, എന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരോ അവനാണ് എന്റെ റബ്ബ്. വളരെ കൃത്യമായ മറുപടി, റബ്ബിനെ മനസ്സിലാക്കാനുള്ള വളരെ കൃത്യമായ മറുപടിയാണ്. നമ്മൾ ഈ പ്രകൃതിയിൽ മനുഷ്യൻ ഉണ്ടാക്കിയ പലതും കാണുന്നുണ്ട്, അള്ളാഹു ഉണ്ടാക്കി വെച്ച പലതും കാണുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? മനുഷ്യൻ ഉണ്ടാക്കി വെച്ച വസ്തുക്കൾക്ക് ജീവനില്ല, അതുകൊണ്ട് തന്നെ അവ വളരൂല, അവ പെരുകില്ല. അതുപോലെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച വസ്തു നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തു ഈ പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ എടുത്തതാണ്, അതൊരിക്കലും മനുഷ്യൻ ഉണ്ടാക്കിയതല്ല. എന്നാൽ അള്ളാഹു ഉണ്ടാക്കിയതാകട്ടെ അത് വളരും, അത് പെരുകും, കാരണം അതിന് ഹയാത്തുണ്ട്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്രൂദിനോട് പറഞ്ഞത്. നമ്രൂദ് എന്ത് ചെയ്തു? ഇതാണോ വിഷയം? ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും. ഖാല അന ഉഹ്യി വ ഉമീത്, ഞാനും ജീവിപ്പിക്കും ഞാനും മരിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ജയിൽപ്പുള്ളികളെ കൊണ്ടുവന്നു തഫ്സീറുകളിൽ കാണാം. എന്നിട്ട് ഒരാളെ വെട്ടി കൊന്നുകളഞ്ഞു, മറ്റാളോട് പോകാനും പറഞ്ഞു. കണ്ടില്ലേ, ഒരാളെ ഞാൻ ജീവിപ്പിച്ചു, ഒരാളെ ഞാൻ കൊന്നുകളഞ്ഞു. ഇതിനേക്കാൾ വലിയ ക്രൂരത വേറൊന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇതിന് മറുപടി പറയാൻ തന്നിട്ടില്ല. കാരണം ഇത്രയും വലിയ പരമവിഡിത്തം, ഇതിന് മറുപടി പറഞ്ഞാൽ വേറെയും കുറെ നിരപരാധികളെ വേണമെങ്കിൽ ഓൻ ഈ ആളുകളുടെ മുന്നിലിട്ട് കൊന്നുകളയും. ഇത്രയും വലിയ വിഡിത്തം. കാരണം അള്ളാഹുവിനല്ലാതെ ജീവിപ്പിക്കാനോ മരിപ്പിക്കാനോ സാധ്യമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഈ ഫാന് അത് ഓഫാക്കാൻ ഒരു മാർഗമുണ്ട്. എന്താ മാർഗം? സ്വിച്ച് ഓഫ് ആക്കുക, എന്നാൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഓഫാവും. വേറൊരു മാർഗമുണ്ട് അത് ഓഫാക്കാൻ. ഒരു വടിയെടുത്തിട്ട് നല്ലോണം അടിച്ചാൽ പൊട്ടിച്ചാൽ പിന്നെ കറങ്ങൂല, സ്വിച്ച് ഇട്ടാലും കറങ്ങൂല. ഈ ഓഫാക്കൽ ഏത് ഓഫാക്കലാണ്? അത് കറങ്ങാൻ ആവശ്യമായ എന്തെല്ലാം ഘടകങ്ങൾ അതിന്റെ ഉള്ളിലുണ്ടോ അത് തകർക്കലാണ്. അതിന് ഫാൻ ഓഫ് ആക്കാന്ന് പറഞ്ഞോളൂ. അതുപോലെ ജീവനുള്ള ഒരു വസ്തുവിന് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങൾ, തലച്ചോറ്, ഹൃദയം, ഹാർട്ട്, രക്തം, ഇതുപോലുള്ള അവിഭാജ്യമായ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ തകർക്കാനേ മനുഷ്യന് കഴിയൂ. അത് വലിയ കുറ്റകൃത്യവുമാണ്. അല്ലാതെ ജീവൻ കൊടുക്കാനോ ജീവൻ എടുക്കാനോ മനുഷ്യന് കഴിയില്ല. ജീവൻ എടുക്കണമെങ്കിൽ മൗത്ത് കൊണ്ടാണ് ജീവൻ എടുക്കുക, അള്ളാന്റെ കയ്യിലാണ്. മൗത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഉപകരണമാണ് എന്ന് വരെ നമുക്ക് മലക്കുൽ മൗത്തിന്റെ കയ്യിൽ കൊടുത്ത ഒരു ഉപകരണമാണ് എന്ന് വരെ തഫ്സീറുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും, ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒരു ഇല്ലാത്ത സാധനമല്ല ഈ മൗത്ത് എന്ന് പറഞ്ഞാൽ. അത് മലക്കുൽ മൗത്തിന്റെ കയ്യിലുള്ള എന്തോ ഒരു ഉപകരണമാണ്. അള്ളാഹു ആയാലും നമുക്കറിയില്ല. അത് കൊണ്ടുവന്നിട്ട് ജീവനുള്ള ശരീരത്തിന്റെ അടുത്ത് നിന്ന് അത് മലക്ക് പ്രയോഗിച്ചാൽ ശരീരം വേറെയാകും, റൂഹ് വേറെയാകും. അങ്ങനത്തെ എന്തോ ഒരു ഉപകരണമാണ്. അതിനെ നാളെ മൈശറയിൽ സിറാത്ത് പാലത്തിന്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് നരകക്കാരെ വിളിക്കും, സ്വർഗക്കാരെ വിളിച്ചിട്ട് അള്ളാഹ് പറയും ഈ സാധനം അറിയോ? അപ്പൊ രണ്ടു കൂട്ടരും പറയും അതേ അറിയാം, ഇത് മൗത്താണ്, കാരണം രണ്ടാളും ഇത് അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു ഇതാ ഇത് നശിപ്പിക്കാൻ പോകുന്നു, ഇനി മൗത്തില്ല, മരണമില്ല. അങ്ങനെ നരകക്കാർ ശാശ്വതം നരകത്തിലും സ്വർഗക്കാർ ശാശ്വതം സ്വർഗത്തിലുമാകുന്ന കാര്യമൊക്കെ ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ മുഹയ്യിയും ഉമീത്തും അല്ലാഹുവാണ്, വേറെ ആർക്കും കഴിയില്ല. എങ്കിലും ഇബ്രാഹിം അലൈഹിസ്സലാം കൂടുതൽ തർക്കിക്കാൻ വന്നില്ല. വളരെ പരമയാഥാർത്ഥ്യ
സത്യത്തിനെതിരെ കുതന്ത്രങ്ങൾ മറുഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ പിന്നെയും പറഞ്ഞു തർക്കിക്കരുത് എന്ന വലിയ ഒരു പാഠം ഇതിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് നൽകുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാത പിന്തുടരണേ എന്ന് നമ്മളോട് കൽപ്പിച്ചതും ഇതെല്ലാം കൊണ്ട് തന്നെയാണ്. ഉടനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب. അല്ലാഹു സൂര്യൻ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു, നീ അത് പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിച്ച എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബെടുക്കുന്ന പണി നീ എടുക്ക് എന്ന് പറഞ്ഞ് ആ സത്യനിഷേധി ഉത്തരം മുട്ടിപ്പോവുകയാണ്, ആളുകളുടെ മുന്നിൽ എളുപ്യനാവുകയാണ്. ഇത്തരം അക്രമകാരികൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് നമ്രൂദിന് ഹിദായത്ത് കൊടുത്തില്ല എന്നത് കൂടി അല്ലാഹു ഇതിൽ പറയുകയാണ്. പിന്നെ അടുത്ത ഒരു വിഷയം ഈ ജുസിൽ പറയുന്നത് ഒരു പ്രവാചകനാണ് എന്ന് പറയപ്പെടുന്നു. അഭിപ്രായമുണ്ട് തഫ്സീറുകളിലൊക്കെ. ഒരാൾ ഒരു നശിപ്പിക്കപ്പെട്ട ഗ്രാമത്തിലൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോ അദ്ദേഹത്തിന് തോന്നി, ഇത് ആദ്യത്തെ രൂപത്തിൽ പുനർനിർമ്മിക്കാൻ കഴിയും. ആർക്ക് കഴിയും? ഔകല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഖാല അന്നാ യുഹീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാഹു എന്ത് ചെയ്തു? 100 കൊല്ലം മരിപ്പിച്ചവിടെ കിടത്തി ആ പറഞ്ഞ ആളെ. അദ്ദേഹം സഞ്ചരിച്ച കഴുത അടുത്തുണ്ട്, അത് ദ്രവിച്ചു പോയി, മണ്ണോടെ മണ്ണ് ചേർന്ന് പോയി. അദ്ദേഹം കഴിക്കാൻ കൊണ്ടുവച്ച ഭക്ഷണം അവിടെ ഉണ്ട്, അതിനൊന്നും പറ്റിയില്ല. 100 കൊല്ലം കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ച് മനുഷ്യനോട് ചോദിച്ചു, കം ലഭിസ്ത, എത്ര കാലം കഴിഞ്ഞു? കാലം അദ്ദേഹം പറഞ്ഞു, ലഭിസ്തു യോമല്ലോ, ഒരു ദിവസം, അല്ലെങ്കിൽ അത്രയും അയക്കാൻ തോന്നുന്നു. ഇത് മനുഷ്യരെത്തിയാൽ നമ്മളിങ്ങനെ തന്നെ പറയാം. നമുക്ക് ദുനിയാവ് നശ്വരാണെന്ന് മനസ്സിലാകുക വളരെ കുറച്ചേ ഉള്ളൂ എന്ന് മനസ്സിലാകുക മനുഷ്യരെത്തിയല്ല. ഇപ്പോ മനസ്സിലാവും, തിരിഞ്ഞു നോക്കുന്ന ആളുകൾക്ക്. ഒന്ന് ചെറുപ്പകാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി, നമ്മൾ ഈ എത്തിയ സ്റ്റേജിലേക്കും ഇന്നലെ കഴിഞ്ഞു പോയതുപോലെ പലതും നമുക്ക് ഓർമ്മ ഉണ്ടാകും. അങ്ങനെ തോന്നുള്ളൂ. അത്രേ ഉള്ളൂ ഈ ദുനിയാവ്, സുഖാണെങ്കിലും ദുഃഖാണെങ്കിലും. അപ്പൊ അള്ളാഹു പറഞ്ഞു, അല്ലട്ടോ, നിങ്ങളെ കഴുതേനെ നോക്കി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കൊല്ലം കഴിഞ്ഞു പോയി എന്ന്. എന്നാൽ എനിക്ക് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ ഭക്ഷണം നോക്കിയാൽ മതി, അതിനൊന്നും സംഭവിച്ചിട്ടില്ല, ഇതിനൊക്കെ എനിക്ക് സാധിക്കും എന്ന രൂപത്തിൽ അല്ലാഹു തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണ്. വിശ്വസിക്കേണ്ടിടത്തോളം വിശ്വസിച്ച, ഇനി അതിനപ്പുറം ഒരു വിശ്വാസമില്ലാത്ത രൂപത്തിൽ വിശ്വാസം ഉറപ്പിച്ച അല്ലാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. എന്നിട്ട് പോലും ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഒരു ചോദ്യം, നീ എങ്ങനെയാണ് ഈ മരിച്ചവരെ ജീവിപ്പിക്കുക? അതൊന്ന് കാണിച്ചു തരുമോ? പറഞ്ഞു തരുമല്ല, അതിനൊക്കെ കാണിച്ചു തരുമോ? അള്ളാഹിനോട് ചോദിക്കാം ഇബ്രാഹിം അലൈഹിസ്സലാമിന്. കാരണം അള്ളാഹുവുമായി അങ്ങനെയുള്ള ബന്ധമാണ്. ഇബ്രാഹിമിനെ അള്ളാഹ് ആർക്കും വിട്ടുകൊടുക്കൂല. അള്ളാഹു ഇബ്രാഹിമിനെ ഇങ്ങ് സ്വീകരിച്ച് അള്ളാഹുവിന്റെ ഖലീലാക്കി വെച്ചതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒരു മകനുണ്ട്, ഇസ്മായിൽ. ഇസ്ഹാഖിന്റെ ഉമ്മയും ഫലസ്തീനിലും, ഇസ്മായിലിന്റെ ഉമ്മ ഹാജറ മക്കയിലും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതകാലത്ത്. അപ്പൊ ഇടക്കിടക്ക് ചെന്നോക്കുമാരെ മക്കയിലേക്ക് ഇസ്മായിലിനെ കാണാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞിട്ട് കൊണ്ടാക്കിയതാണ്, ആരുമില്ലാത്ത സ്ഥലത്ത്. വല്ലാതെ ഇങ്ങനെ ചെന്നോക്കല് കണ്ടപ്പോ അള്ളാഹ് പറഞ്ഞു, ഇബ്രാഹിമേ, ഒരു കാര്യം ചെയ്ത് ആ ഇസ്മായിലിനെ പിടിച്ച നടത്തുകയാണ്. സ്വപ്നത്തിലൂടെ അള്ളാഹ് പറഞ്ഞത് നമുക്കറിയാമോ? എന്തിനാ അള്ളാഹ് പറഞ്ഞത്? ഇബ്രാഹിമിന്റെ മനസ്സ് എങ്ങോട്ടും പോകാൻ പാടില്ല. ഇബ്രാഹിമിനെ അള്ളാഹ് ഖലീലാക്കിയത്. അതൊരു സ്ഥലത്ത് വരെ പോകാൻ പാടില്ല. ആ കുട്ടീനെ കാണണം എന്ന വിചാരവുമായി എപ്പോഴും ഒന്ന് അങ്ങോട്ട് പോവുക. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തുടരെയായി ഇത് കാണിച്ചു കൊടുത്തപ്പോ ഇബ്രാഹിം അതിനെ മുതിർന്നു. അതിന്റെ ഓർമ്മ ലോകാവസാനം വരെ അള്ളാഹു നിലനിർത്തി ഉലഹിയത്തിലൂടെ. കഴുത്തിൽ കത്തി വെച്ചപ്പോ അള്ളാഹ് പറഞ്ഞു, വേണ്ട ഇബ്രാഹിമേ,
ആ മകനെ അറക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. ഇബ്രാഹിമിനെ വിട്ടുകൊടുക്കില്ല. ഇസ്മായിലിനെ അറുത്തിട്ട് അള്ളാഹ്ക്ക് വേണം എന്ന നിലക്കല്ല, ഇബ്രാഹിമിനെ വിട്ടുകൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാ കൽപ്പിച്ചത്. അതിന് ഞാനും തയ്യാറല്ല അള്ളാനെ വിടാനെന്ന് ഇബ്രാഹിം തീരുമാനിച്ചപ്പോ, അള്ളാഹ്ക്ക് വേണ്ടി മോനെ പരിഗണിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഇബ്രാഹിം തീരുമാനിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞ് പിൻവലിച്ചതാണ് ആ ഓർഡർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഇബ്രാഹിം അള്ളാഹിനോട് പറയാ, നീ ആ പുനർജീവിപ്പിക്കുന്ന രംഗമൊന്ന് കാണിച്ചു തരണം. അള്ളാഹ് പറഞ്ഞു, 4 പക്ഷികളെ പിടിച്ചോ, എന്നിട്ട് അറുത്തിട്ട് നുറുക്കി ചെറുതാക്കി നുറുക്കിയെന്ന് കുഴച്ചയാളാ, എന്നിട്ട് 4 മലന്റെ മേലെ കൊണ്ടുവച്ചിട്ട് ഒത്ത നടുക്കാടെ നിൽക്കുക, എന്നിട്ട് ഓരോന്നിനെയും വിളിക്കുക, ഓരോ പക്ഷിയെയും. അങ്ങനെ ഇബ്രാഹിം വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോ ഏതാ ഒരു കൊക്ക് ആ മലയം വന്ന്, ഒരു ചിറക് ഈ മലയം വന്ന്, ഒരു കാല് ഒറ്റ മലയം വന്ന്, ഇതെല്ലാം കൂടി വന്ന് ഒരുമിച്ച് കൂടി ഒരു പക്ഷിയാകുന്നത്. അങ്ങനെ 4 പക്ഷിയാകുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ശരിക്ക് കാണുകയാണ്. ആ കഥയെല്ലാം ഇതിലൂടെ അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ഈ അൽ-ബഖറയുടെ അവസാനം അല്ലാഹു നമ്മോട് പറയുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സദക്ക, ദാനധർമ്മങ്ങളൊക്കെ പരിപൂർണമായിട്ട് അള്ളാഹ്ക്ക് കൊടുക്കണം. അത് വേറൊരാളെ കയ്യിലാകുന്നതേ ഉള്ളൂ, കൊടുക്കുന്നത് അള്ളാഹ്ക്കായിരിക്കണം. അങ്ങനെ ധർമ്മം ചെയ്യാൻ കഴിയണം. ഇവിടെ പറയില്ലേ, വലത്തെ കൈ കൊടുത്തിട്ട് അടുത്ത കൈ അറിഞ്ഞില്ല. അള്ളാഹ്ക്ക് കൊടുത്താലും അല്ലാത്ത കൊടുത്തതും തമ്മിലുള്ള വ്യത്യാസം എന്താ? മനുഷ്യന് കൊടുത്തതാണെങ്കിൽ അവിടെ മന്നും അതയും ഉണ്ടാവുന്നതാണ് പറയുന്നത്. മന്നും അതയും. മന്ന് എന്ന് പറഞ്ഞാൽ എടുത്തു പറയാം, ഞാനിങ്ങനെ കൊടുത്തിരിക്കും. അതായത് ഒരാളുമായിട്ട് വല്ലപ്പോഴെക്കാളും തെറ്റേണ്ടി വന്നാല് ഓൻ എന്നോട് അദ്ദേഹത്തിന് എങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഓന്റെ പോരാ, ഞാൻ ഉണ്ടായി കൊടുത്താൽ അതിന്റെ മുന്നിൽ ഞാനല്ലാതുള്ളത് എന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞു. ആ കൊടുത്തതെടുത്ത് പറയുക, അത് വല്ലാത്ത ബുദ്ധിമുട്ടിക്കാൻ. ഒരു വിധത്തിലുള്ള ഉപദ്രവവും പാടില്ല. അങ്ങാടി നയക്കൂറ വാങ്ങിയതാ, നയക്കൂറ വാങ്ങി നോക്കുമ്പോ നമ്മൾ എപ്പോഴും കൊടുക്കാറുള്ള സാമ്പത്തിക സഹായം ചെയ്യാറുള്ള ആളുടെ നിന്ന് വരുന്നു. നമുക്കാണെങ്കിൽ ഒന്ന് വടകര പോലെ പോകാനുണ്ട്, ഇനി ഇത് പോലെ കൊടുത്തേക്ക് എന്ന് പറഞ്ഞാൽ മതി. അതേപ്പെടും ആ ഇടങ്ങാറാക്കല്ലേപ്പെടും. ഒരിത് വാങ്ങാണെന്നൂടെ, കാരണം മുമ്പ് ഇക്കുറിയും തരേണ്ടതാ സക്കാത്ത്. അപ്പോ ആ രൂപത്തിലുള്ള യാതൊരുവിധ ഇടങ്ങാറാക്കലും പോലും ഉണ്ടാകരുത്. നിങ്ങളുടെ കൂലി നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. കൊടുത്തത് അള്ളാഹ്ക്കാണെങ്കിൽ അത് അള്ളാഹ്ക്ക് തന്നെ ആയിരിക്കണം. അല്ലാതെ നിങ്ങൾ മന്നും അതയും ഉണ്ടെങ്കിൽ ഈ കൊടുത്തതിനൊരു ഉദാഹരണം പറയുന്നത് അള്ളാഹ് പാറയമേൽ മഴ പെയ്ത പോലെ ഉണ്ടാവും. പാറയമേൽ മഴ പെയ്താൽ എന്താ അവസ്ഥ? മണ്ണു ഒക്കെ പൊടി പാറി മണ്ണൊക്കെ പാറമേലുണ്ടാവും. നല്ലൊരു മഴയൊക്കെ പെയ്താൽ മണ്ണെല്ലാം കഴിപ്പോ, പിന്നെ ഉറച്ച പാറയെ ഉണ്ടാവും. വളരെ വ്യക്തമായി ഒരു പാറ പോലെയാണ്. അവിടെ മണ്ണുണ്ടായിരുന്നു, മഴ പെയ്തു, ഉറച്ച പാറയേ ഉള്ളൂ, മണ്ണിന്റെ അംശമില്ല. അതുപോലെ അശേഷം കൂലിയില്ലാത്ത കടുകട്ടിയുള്ള മനസ്സിന്റെ ഉടമകളായി പോകും എന്ന് അല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ജുസ്ഇൽ പറയുന്ന, ഈ സൂറയുടെ അവസാനത്ത് പറയുന്ന മറ്റൊരു കാര്യം, യഥാർത്ഥ ഫഖീർ ആരാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നതൊന്നുമല്ല ഫഖീർ, നമ്മൾ കാണുന്നതല്ല മിസ്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ റസൂല് പറയുന്നുണ്ട്, എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് വരിക, റമദാൻ മാസത്തിന് പ്രത്യേകിച്ച് അവരെ കൊണ്ടുവന്ന് ഇറക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇത് പിന്നെ 5 രൂപയും 10 രൂപയും കൊടുത്താൽ പോലെ അതൊക്കെ പോകും. അതൊന്നും അല്ല മിസ്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫഖീർ എന്ന് പറഞ്ഞാൽ ആരാണ്? ജനങ്ങളോട് നിർബന്ധിച്ച് ഒന്നും ചോദിക്കൂല, മാന്യതയെ കാത്ത് പട്ടിണി എടുക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരാണ് ഫഖീർ. വിഷമിക്കുന്ന മനുഷ്യന്മാര്, അവരെ നോക്കിയെടുക്കലാണ് ഏറ്റവും വലിയ. അവർക്ക് നോക്കിയെടുത്തു കഴിഞ്ഞാൽ തന്നെ കൊടുക്കാൻ കഴിയൂല. ഇപ്പോ ഉദാഹരണത്തിന് കുറെ തെങ്ങുള്ള പറമ്പുള്ള കൃഷിക്കാരൻ, ഇപ്പോഴത്തെ കാലത്ത് കൃഷി കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയൂല. വലിയ പറമ്പുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആള് മിസ്കിനായി. ഖുർആന്റെ സൂറത്തില് കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ, ഖദറും
മൂസാ നബി അലൈഹിസ്സലാമും ഒരു യാത്ര ചെയ്തപ്പോ ഒരു കപ്പൽ പൊളിച്ച സംഭവമുണ്ട്. ആ കപ്പൽ പൊളിച്ചതിനെ പറ്റി മൂസാ നബിക്ക് പിന്നീട് ഖദർ പറഞ്ഞു കൊടുക്കുമ്പോ ആ ഇന്ന സഫീനത്തെ കാനത്തിൽ മസാക്കീൻ, ആ കപ്പൽ ആരുതാണെന്നറിയോ? മിസ്കീൻ്റെതാണ്. ഏത് കപ്പൽ മുതലാളിനെ കൊണ്ട് ഖദർ പറയാ മിസ്കീനാണ്. കാരണം അയിമത്ത് വരുമാനം കപ്പൽ തന്നാൻ പറ്റൂലല്ലോ, കപ്പൽ വന്ന് വരുമാനം കിട്ടണ്ടേ? ആ വരുമാനം കുറവാ. ബസ് ഉണ്ട്, ലോറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിമത്ത് വരുമാനം ഇല്ല, ടാക്സ് അടക്കാനുണ്ട്, കടങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ആള് മിസ്കീനാണ്, ആള് ഫക്കീറ, ഇങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് ഫക്കീറിനെയും മിസ്കീനിനെയും നോക്കിയെടുക്കുന്നതിന് നല്ലോണം ശ്രദ്ധിക്കണേ എന്ന് ഈ ജുസ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അവൻ നിർബന്ധിച്ച് ജനങ്ങളോട് ചോദിക്കുകയില്ല. ഇനി വേറൊരു കാര്യം ഈ സൂറയിൽ പറയുന്നത്, ഈമാനുള്ള മനുഷ്യന്മാരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ പലിശ ഒഴിവാക്കണം. പലിശയെ നിഷിദ്ധമായി വിമർശിക്കുന്ന ആയത്തുകൾ ഈ സൂറയിലുണ്ട്. എന്തുകൊണ്ട്? ഒരു വ്യക്തി, കുറഞ്ഞ വ്യക്തികളിൽ മാത്രം സ്വത്ത് കുമിഞ്ഞുകൂടുകയും ബാക്കിയുള്ള ആളുകൾ മുഴുവനും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന എന്തെല്ലാം ധനാഗമന മാർഗങ്ങളുണ്ടോ ഒക്കെ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഷെയർ ചെയ്യുന്ന വിധത്തിലുള്ള ധനാഗമന മാർഗങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിനെയൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചില ആളുകളിൽ മാത്രം സ്വത്ത് കേന്ദ്രീകരിക്കുന്ന ആ പ്രവണതകളുടെ ഏറ്റവും ദാരുണമായ അവസ്ഥയുള്ളത് പലിശയിലാണ്. ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എന്താ? ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഉപയോഗിക്കാനുള്ള വിഭവങ്ങൾ കുറഞ്ഞ ആളുകളുടെ കയ്യില, ഒരു 10% ആളുകളുടെ കയ്യില. മില്യൺ കണക്കിന് ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള സ്വത്ത് വകകളൊക്കെ കിടക്കുന്നത്. എന്നിട്ടോ ജനങ്ങൾ ഇപ്പോൾ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, വീട് വേണമെങ്കിലും കുഴപ്പമില്ല, ആവശ്യം ഏതാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പൈസ വേണം, നമ്മുടെ പൈസക്ക് സംരക്ഷണം വേണം, അതിന് ഇൻഷൂർ വേണം. സമ്പത്തിന്റെ ബാങ്ക് അവർക്ക് ഇൻഷൂറാണ്, നഷ്ടപ്പെട്ടു പോകുക എന്നുള്ള പേടി. അവരുടെ തവക്കുൽ ഇൻഷൂറിലാണ്. തവക്കുലടക്കം മാറിപ്പോയി, പൂർണ്ണമായി ഭൗതികമാണ്. അള്ളാഹു പറയുന്നു പാടില്ല. പാവപ്പെട്ടവന്റെ, ആരോഗ്യമുള്ളവന്റെ അധ്വാനം, അതുപോലെ പണക്കാരന്റെ പൈസയും, ഇത് രണ്ടും കൊണ്ടും വികസനം നടക്കട്ടെ. പണം ഒരിടത്തും കെട്ടിക്കിടക്കരുത്, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. ഇതാണ് ഖുർആനിന്റെ അധ്യാപനം. അതുകൊണ്ട് തന്നെ പലിശയെ അല്ലാഹു തആല നിഷിദ്ധമാക്കി. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് യഹ്ദീഹിം സുബുലസ്സലാം. ഇസ്ലാം ആളുകളെ ക്ഷണിക്കുന്നത് സലാമിലേക്കാണ്. രക്ഷപ്പെടണം. ആര്? വ്യക്തി രക്ഷപ്പെടണം, കുടുംബം രക്ഷപ്പെടണം, സമൂഹം രക്ഷപ്പെടണം, ലോകം രക്ഷപ്പെടണം. അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചാൽ സമൂലമായ മാറ്റവും അഭിവൃദ്ധിയും ഉണ്ടാകും. യഹ്ദീഹിം സുബുലസ്സലാം, സലാമിന്റെ മാർഗത്തിലേക്കാണ് ഇസ്ലാം ക്ഷണിക്കുന്നത്. ഇസ്ലാമിന്റെ നിയമത്തെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതുപോലെ യംഹഖുല്ലാഹു റിബ എന്ന ഒരു പ്രയോഗം ചെയ്തിരിക്കും. പലിശനെ അല്ലാഹു തആല തകർത്ത് കളയും. നമ്മുടെ കാഴ്ചപ്പാടിന് നേരെ വിരുദ്ധാണ്. 1000 ഉറുപ്പ്യ ഒരാൾക്ക് കൊടുത്തിട്ട് അടുത്ത മാസം 1700 കൊണ്ടുവരും, അത് വളയുവാണ് ചെയ്യുക. നേരെ മറിച്ച് 1000ന്റെ അകത്ത് നിന്ന് 100 ഉറുപ്പ്യ എടുത്ത് സദക്ക കൊടുക്കുന്നത്, അല്ലെ സക്കാത്ത് കൊടുക്കുന്നത്. എന്നാൽ അത് 900 പോകും, കുറയാണ് ചെയ്യുക. അള്ളാഹ് പറയുന്നത് അങ്ങനല്ല, നേരെ തിരിച്ചാണ്, വളരുവാൻ ചെയ്യുക. നമ്മുടെ പല കണക്കുകൂട്ടലുകളും തെറ്റാണ്. കൃഷിന്റെ കണക്കൂട്ടുമ്പൊക്കെ നമ്മള് നഷ്ടം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ കണക്കൂട്ടുന്ന അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് തെറ്റായ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ 500 ഉറുപ്പ്യ ചെലവിൽ നേന്ത്രവായ വെച്ചു, കന്ന് വാങ്ങിയതും കൃഷിക്കാരന് ജോലിക്കാരന് കൊടുത്തു, വളപ്പാങ്ങി എല്ലാം 500 ഉറുപ്പ്യ ചെലവായി. കൊല വിറ്റ് നോക്കുമ്പോ 300 ഉറുപ്പ്യന്റെ ഒരു കൊലയും കിട്ടി. എത്രയാണ് ലാഭം നഷ്ടം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ പറയും 200 ഉറുപ്പ്യ നഷ്ടം. കണക്കൂട്ടുന്ന അറിഞ്ഞൂടാത്തോണ്ടാണ്. നമ്മളിൽ കൊടുത്ത 500 ഉറുപ്പ്യ എവിടെ പോയിട്ടില്ല. അത് പണിക്കാരന്റെ കിസയിലുണ്ട്, വളക്കാരന്റെ വളപ്പേടിയിലുണ്ട്. 200 ഉറുപ്പ്യന്റെ ഒരു കൊല ഇതുവരെ ലോകത്തില്ലായിരുന്നു. അത് ലാഭം. നമ്മൾ അതൊക്കെ തിന്ന് വീട്ടിലിരുന്നിട്ട് എന്നാൽ നാട്ടുകാർക്ക് ലാഭം, പേടിയിലുള്ള കൊലാടുണ്ട്. അതുപോലെ സദക്കയും ധർമ്മവും കൊടുക്കുന്ന സമയത്ത്
ഒരു അസുഖം ഇല്ലാതായാൽ മതി, ഒരു ഡോക്ടറെ ഫീസ് അല്ല ഒഴിവാക്കി തന്നാൽ മതി. അള്ളാഹ്ക്കറിയാം നമ്മുടെ ലൈഫ് എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, ഭാവി നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹ് പറയുന്നത് എന്ത്? പലിശ നഷ്ടാകൂട്ടരെ സദക്കയാണ് ലാഭം, അതുകൊണ്ടാണ് വളരുക. അള്ളാഹ്ക്ക് മുഴുവൻ അറിയാവുന്നത് കൊണ്ടാണ്, നമ്മൾ അല്പബുദ്ധി കൊണ്ട് ആലോചിക്കുന്നത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാകാത്തത് എന്ന് കൂടി നാം അറിയേണ്ടതുണ്ട്. അതുപോലെ ഈ സൂറയുടെ അവസാനത്തെ 2 ആയത്തുണ്ട്. ആ 2 ആയത്തും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്ന് ആമന റസൂലുമാണ്, നമുക്കറിയാം. അതും പലപ്പോഴും നമ്മൾ ഓതാറുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്റാഇന്റെ രാത്രി കിട്ടിയ ആയത്താണിത്, മിഅ്റാജിന്റെ രാത്രി കിട്ടിയ ആയത്താണിത്. മൂന്ന് സംഗതികളാണ് യാത്രയിൽ റസൂലുള്ളാഹിക്ക് കിട്ടിയത്. ഒന്ന് 5 നേരത്തെ നമസ്കാരമാണ്. രണ്ടാമത് ഖവാത്തിമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗമാണ്. മൂന്നാമത്തത് അള്ളാഹുവിന് ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടു പോകുമെന്നുള്ള ഈ ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫറാണ്. ഇത് മൂന്നും ഇസ്രാ മിഅ്റാജ് യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയതാണ്. 2 പ്രകാശം എന്നാണ് ഫാത്തിഹയെ സംബന്ധിച്ചും അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളെ സംബന്ധിച്ചും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ ഓർമ്മിക്കുക. അങ്ങനെ നമ്മൾ സൂറ ആലു ഇമ്രാനിലെത്തി. ആലു ഇമ്രാൻ ആകട്ടെ, ആദ്യമായി തന്നെ ആലു ഇമ്രാനിൽ പറയുന്ന പ്രധാനപ്പെട്ട സംഗതി മനുഷ്യന്റെ അമ്പിയാക്കൾക്ക് അമ്പിയാ മുർസലീങ്ങളുടെ കാര്യം തന്നെയാണ് ഇതിലും ഊന്നി പറയുന്നത്, നമ്മുടെ ഈ ജുസുവിൽ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളിൽ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ ആയത്തുൽ കുർസിയിൽ പറഞ്ഞ വാക്കുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ആ വാക്കുകൊണ്ട് തന്നെയാണ് ഇത് ആരംഭിക്കുന്നത്. പിന്നെ നസലൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഅൻസല തൗറാത വൽ ഇൻജീൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർക്ക് കൊടുത്ത വേദഗ്രന്ഥങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന ഒരു അന്തിമ പതിപ്പാണ് ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആലു ഇമ്രാൻ ആരംഭിക്കുന്നത് തന്നെ. അങ്ങനെ ആ ആലു ഇമ്രാനിൽ അല്ലാഹു മനുഷ്യന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ഗർഭാശയത്തിൽ വെച്ച് മനുഷ്യനെ നിർമ്മിക്കുന്ന ആ അത്ഭുതകരമായ സംഭവത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. മാതാപിതാക്കളുടെ പ്രൊഡക്റ്റ് അല്ല മക്കൾ എന്നാണ് ഖുർആന്റെ ഭാഷ്യം. മാതാപിതാക്കളുടെ പ്രൊഡക്റ്റ് അല്ല, അവരെ ഉണ്ടാക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഹിബത്താണ്. യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുഖൂറ എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് ആണ് കൊടുക്കും, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് പെണ്ണ് കൊടുക്കും, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് ഇടകലർത്തി കൊടുക്കും, അള്ളാഹ് ഉദ്ദേശിച്ച മക്കളെ കൊടുക്കാതിരിക്കും. ഇതൊക്കെ അള്ളാന്റെ തീരുമാനമാണ്. മാതാപിതാക്കളുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ മാതാപിതാക്കൾ പറയുന്നത് പോലെയല്ലേ ഉണ്ടാകുക. ഒരു കമ്പനി തുടങ്ങിയിട്ട് അതിന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ അളവും വർണ്ണവും ആകൃതിയും രൂപവും ഒക്കെ ആദ്യം പ്ലാൻ ചെയ്യൂലേ? അതുപോലെ മാതാപിതാക്കൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതല്ല മക്കൾ. അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ചതുപോലെ രൂപകൽപ്പന ചെയ്യുന്നതാണ് മക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറ ആരംഭിക്കുന്നത് തന്നെ. എന്നിട്ട് അങ്ങനെ പോവുകയാണ്. അമ്പിയാക്കളുടെ കാര്യങ്ങൾ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ദുനിയാവിൽ നിങ്ങൾ മുഴുകുമ്പോൾ, ഈ ദുനിയാവ് വലിയ ആകർഷണമുള്ള സാധനമാണ്. ദുനിയാവിൽ മുഴുകുന്ന അവസ്ഥയുണ്ടാകുമ്പോ നിങ്ങൾ ആഖിറം ഓർമ്മിക്കണേ, സ്വർഗം ഓർമ്മിക്കണേ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സുഖ സൗകര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കാണും. ഹറാമായ മാർഗത്തിലൂടെയുള്ള സുഖ സൗകര്യങ്ങൾ അത് കാണുമ്പോ അതവിടെ നിൽക്കട്ടെ, എനിക്ക് സ്വർഗത്തിനുണ്ടല്ലോ എന്ന് വിചാരിക്കാം. ആ സമയത്ത് സ്വർഗം ഓർമ്മിക്കാം. അതുപോലെ കുറ്റകൃത്യങ്ങൾക്ക് സൗകര്യങ്ങൾ കാണുന്ന സമയത്ത് നരകം ഓർമ്മിച്ചിട്ട് അതിൽ നിന്ന് ഒഴിവാകാൻ. ഇതിനൊക്കെ പ്രോത്സാഹനം നൽകുന്ന ആയാത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ തൗഹീദ് അനുസരിച്ചുള്ള ഷഹാദത്ത് കലിമ, ഇത് നിങ്ങൾ മാത്രല്ല ചൊല്ലിയത്. ആദ്യമായി ഷഹാദത്ത് ചൊല്ലിയത് അള്ളയാണ്. ഷഹിദല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽമി. ഈ അറിവുള്ള ആളുകൾ, പണ്ഡിതന്മാർ, അള്ളാഹുവിന്റെ മലക്കുകൾ, അതുപോലെ അള്ളാഹു തന്നെ ആദ്യമായി സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് അള്ളാഹുവാണ് ഇലാഹ്. അപ്പൊ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന വസ്തുത സാക്ഷ്യപ്പെടുത്തിയത് അള്ളാഹുവാണ്.
നമ്മൾ അത് അംഗീകരിക്കുകയാണ്. അള്ളാഹു അംഗീകരിച്ച ഒരു സാക്ഷ്യം നമ്മൾ അംഗീകരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉന്നതന്മാരാകുന്നത് എന്നതൊക്കെ ഈ ജുസുയിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. ഇനി തൗഹീദിന്റെ കാര്യത്തിൽ ആളുകൾ തർക്കിക്കാൻ വരും. എല്ലാ സത്യത്തിന്റെ എതിരിലും ആളുകൾ തർക്കിക്കാൻ വരും. അള്ളാഹു പറയുന്നത് കാര്യം പറഞ്ഞു കൊടുക്കുക, തർക്കത്തിന് നിൽക്കണ്ട. വല്ലാതെ തർക്കിക്കാതെന്നാ പറയേണ്ട ഒരു മറുപടി പറയുന്നുണ്ട്. നിങ്ങളോട് വല്ലാതെ തർക്കിക്കുകയാണെങ്കിൽ നീ പറ അസ്ലംതു വജ്ഹി, ഞാൻ എന്നെ അള്ളാഹ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു. എന്റെ ഇലാഹ് അള്ളയാണ്, അള്ളാനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. ഇതാണ് ശരി. എനിക്കൊക്കെ അംഗീകരിക്കാൻ കഴിയൂലെങ്കിൽ ഞാൻ പോവാം. അതിൽ അങ്ങനെ പറഞ്ഞ തർക്കമില്ല. ഇസ്ലാമിൽ ഒരു കാര്യത്തിലും തർക്കമില്ല. തർക്കിക്കാനേ പാടില്ല. സത്യം പറഞ്ഞു കൊടുക്കുക. വല്ലാത്ത ശ്രമകരമായ ഒരു പരിപാടിയാണ് ഈ ദഅവാ പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ചങ്കും കർമ്മൊക്കെ ഇങ്ങനെ വേർത്ത് മുഖമൊക്കെ ഇങ്ങനെ ചുവന്ന് തൊടുത്തിട്ട് തൗഹീദിന് വേണ്ടി വല്ലാതെ മറ്റവരോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കൽ, അതൊന്നും അല്ല, അതൊന്നും പാടില്ല. അതൊന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ല നമ്മളോട്. നമ്മുടെ വീട്ടിലൊക്കെ ആളുകൾ വരാറില്ലേ, കുട്ടികൾ വരാറില്ലേ, സാധനങ്ങൾ വിൽക്കാൻ വന്നിട്ട് സാർ അവര് അരമണിക്കൂർ 5 മിനിറ്റ് സംസാരിച്ചോട്ടെ, സമയമുണ്ടോ, ഒന്ന് കേട്ടാ മതി, വാങ്ങണ്ട. എങ്ങനെയെങ്കിലും ഒരു 5 മിനിറ്റ് അവർക്ക് കൊടുത്താൽ വാങ്ങിക്കാതെ അവരെ പെടൂല. ഒരു വാഹനം വേണമെന്ന് വിചാരിച്ച ഒരു 25% ഉദ്ദേശത്തോടു കൂടി ഒന്ന് ഷോറൂമിൽ ചെന്നാല് സാറെ മാഡം എന്നൊക്കെ വിളിച്ച് ആ 25-75 ആക്കി അവര് ആ കാറ് നമ്മളെ കൊണ്ട് വാങ്ങിക്കും, വാഹനം വാങ്ങിക്കും. അങ്ങനെയാണ് അവരുടെ സമീപനം. അവരെന്തായി തരുന്നത്? എന്താ ഇവരെ വിൽക്കുന്നത്? ഈ നശ്വരമായ ലോകത്തുള്ള പെട്ടെന്ന് തീർന്നു പോകുന്ന നൈമിഷികമായ സാധനങ്ങൾ വിൽക്കാൻ ഇത്രയും ഉദാത്തമായ ഉത്തമമായ സമീപനം അവർ സ്വീകരിച്ചെങ്കിൽ നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നത്? അള്ളാഹുവിന്റെ സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കാണ് ആളുകളെ വിളിക്കുന്നത്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവന്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നത് നമ്മൾ പറയുമ്പോ അല്ല മറ്റ് പലരോട് ദ്വാരക്കാം. എന്ത് ദ്വാരന്നാലും ദ്വാ എന്ന് പറയാതിരുന്നാ മതി. പ്രാർത്ഥന വേറെയാണ്, ദ്വാ വേറെയാണ്, അർത്ഥന വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് സകല തോന്യാസവും ചെയ്യുന്ന ഒരു സമുദായത്തിന്റെ അടുത്ത് നമ്മൾ ദഅവാ പ്രവർത്തനവുമായി പോകുമ്പോ അവരുടെ സംസ്കാരത്തിനനുസരിച്ച് പലതും പറയും. തൗഹീദ് എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും തർക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ മെല്ലെ വിട്ടുകളയാനുമാണ് ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. കാരണം അത്രയും മഹത്തായ ഒരു സംഗതിയാണ്, ഒരു സംസ്കാരമാണ് നമ്മൾ പ്രബോധനം ചെയ്യുന്നത്. അതിന് നിരക്കാത്തത് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. ഇത് തന്നെയാണ് ഈ പ്രബോധന രംഗത്ത് അമ്പിയാക്കൾ നമുക്ക് കാണിച്ചു തന്നതും. അതുപോലെ തന്നെ നിങ്ങളോട് അവർ തർക്കിക്കാൻ വന്നാൽ ഒഴിഞ്ഞു മാറുക. ഇനി ഈ ദുനിയാവ്, അതുപോലെ തന്നെ ഈ ദുനിയാവിലെ അധികാരം, ഇത് സ്ഥിരമല്ല എന്ന് ഈ സൂറയുടെ 25, 26 ആയത്തുകളിൽ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ മുൽക്ക്, അധികാരം എന്നൊക്കെ പറയുന്നത് ഇന്ന് ഒരുത്തന്റെ കയ്യിലായിരിക്കും, ഒരുത്തൻ മുതലാളിയായിരിക്കും, മറ്റോ പാവപ്പെട്ടവനായിരിക്കും, പിന്നെ അടുത്ത ദിവസം മാറും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇതൊന്നും ഒരു സ്ഥിരമല്ല. പരീക്ഷയ്ക്ക് വേണ്ടി തൽക്കാലം അല്ലാഹു തആല കൊടുക്കുന്നതാണ്. നമ്മളും ഇപ്പോ നമ്മുടെ സ്ഥലത്തെ പറ്റി പറയാം. എന്റെ സ്ഥലമാണ്, നമ്മൾ വളർത്തുന്ന ഭൂമിയെ പറ്റി, 10 സെന്റിനെ പറ്റി വളർച്ചൽ മതിലെല്ലാം കെട്ടി ഒരു വീടൊക്കെ വെച്ച് എന്റേതാണ്, നമ്മൾ എന്റേതാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾ എന്റേതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മരിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഓരോന്നാണെന്ന് പറയുകയും ചെയ്യും. ഇതാരതുമല്ല, അള്ളാഹുവിൻ്റെതാണ്, അതിങ്ങനെ മാറി മാറി കൊടുക്കുന്നതാണ് എന്നൊക്കെ ഇത്തരം പിന്നെ സംഗതിയിൽ അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. ഇനി അതുപോലെ അള്ളാഹു ഇതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക. അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക. ഇത്തിബായിന്റെ കാര്യം, റസൂലിനെ
അനുധാവനം ചെയ്യുന്നതിന്റെ ഭാഗം എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. ഇത്തിബായിലൂടെ മാത്രമേ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധിക്കൂ എന്ന് അള്ളാഹു തആല പറയുന്നത് ഈ ജുസ്ഇലാണ്. അഥവാ നമ്മൾ പറയൂലേ, എന്ത് സാധനം എടുത്താലും ഇതിന്റെ മേടി നോക്കൂലേ, ദീനിന്റെ മേടി, അതിന്റെ ഇൻതാജ് അറബി പറഞ്ഞാല് അത് സമാപിയാണ്. ആകാശത്തുനിന്ന് മനുഷ്യനുണ്ടാക്കിയതല്ല. മനുഷ്യനുണ്ടാക്കാൻ പാടില്ല, ദീൻ ഉണ്ടാക്കാൻ പാടില്ല. ഉള്ള ദീൻ അനുസരിച്ച് നടക്കാനേ കൽപ്പനയുള്ളൂ. ദീൻ ഉണ്ടാക്കിയാലോ ബഹുവറത്ത്, അത് തള്ളപ്പെടും എന്ന് പറഞ്ഞാൽ നാളെ മത്സരേല് നമ്മൾ ഇബാദത്തായിട്ടങ്ങ് പോവില്ലേ. ഈ ബിദ്അത്ത് ചെയ്ത ആൾക്കാരൊക്കെ വലിയ സമാധാനത്തിലാ പോവുക. കാരണം ഓരോ കാഴ്ചപ്പാടിന് കൊട്ടക്കണക്കിന് അമലുണ്ടാവും. അവിടെ പോയി ജാതി എടുത്തൊക്കെ തന്നെ അതിന്റെ ഉള്ളൊക്കെ പരിശോധിക്കുന്നതിന്റെ മുമ്പ് മേടിനാ നോക്കുക. മേടി റസൂലുള്ള പറഞ്ഞതാണോ അല്ല ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടതാണോ? അല്ല, എന്നാ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞത് ഇടത്തേക്ക് അറിയാന്നറിയോ? തിന്മേന്റെ കൊട്ടയിലേക്ക് അറിയാം. നന്മയാണ് എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയ ഈ സാധനം തിന്മേന്റെ കൊട്ടയിലേക്ക് മർദൂദാണ്, തള്ളപ്പെടുന്നതാണ്, സ്വീകരിക്കപ്പെടുകയില്ല. കാരണം അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ ദീനിന് പിന്നെന്ത് വലിയുള്ളത്? പിന്നെന്തിനാ അള്ളാഹ് അമ്പിയാക്കളെ അയക്കുന്നത്? പിന്നെന്തിനാ മുർസലീങ്ങളെ അയക്കുന്നത്? നമ്മളിവിടെ നിസ്കരിക്കുന്നത് റസൂല് പഠിപ്പിച്ചത് പോലെയാണ് നിസ്കരിച്ചത്. നിസ്കരിച്ചിരുന്നതിന് ശേഷം ചെല്ലുന്നത് റസൂല് പഠിപ്പിച്ചതാണ്. അപ്പൊ കൊലിയാര് തിരിഞ്ഞിരിക്കുകയും ചെയ്തിട്ട് ഒരൊറ്റ ദുആ. ഇതാര് പഠിപ്പിച്ചതാ? ഒരു കിതാബിനും ഇല്ല. ഷാഫി മദ്ഹബിലെ ഫിഖ്ഹിന്റെ കിതാബ് മൊത്തം പരിശോധിച്ചാൽ അവിടെ എവിടെയും ഇത് കാണൂല. ഒരു ദുആ എല്ലാവരും കൂടി എന്നിട്ട് ആമീൻ പറയാം. വേഗം ആരെങ്കിലും മസ്കൂക്കികൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ തശ്വീഷാല്ല. ഇസ്ലാമിനെ കടത്തിക്കൂട്ടിയിട്ടുണ്ടായ ഉപദ്രവങ്ങളായതൊക്കെ. എന്നിട്ടോ ഇത് വലിയൊരു ആനക്കാരിയായിട്ട് കൊണ്ടുനടക്കുക. ഈയൊരാൾ കൈപൊക്കിയിട്ടില്ലെങ്കിലും അതിൽ കൂടിയിട്ടില്ലെങ്കിലും മുസ്ലിം അല്ല എന്ന വിധത്തിലാണ് അതിനെ കണക്ക് കൂട്ടുക. എന്തൊരു ഉപദ്രവമാണിത്! ഒരു മരിച്ച ഭയം വേർച്ചെന്നൂടാ. ഇത് തല കാണാൻ അൽ-ഫാത്തിഹ എന്ന് പറയും. അപ്പൊ തല കണ്ടാ പറയേണ്ട സംഗതിയാണ് അൽ-ഫാത്തിഹ എന്ന് തോന്നിപ്പോവും. എന്നാൽ അത് കഴിഞ്ഞിട്ട് അൽ-ബഖറ പറയണ്ടേ? അത് പറയില്ല. കാരണം കുറച്ച് കൂടുതൽ ഓതാനില്ലേ. ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയോണ്ട് അതിന്റെ കഴിഞ്ഞിട്ട് ആരും പറയാം. ഉണ്ടാക്കിയുടെ തന്നെ ഓതി തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഇതിനൊക്കെ ആര് സമാധാനം പറഞ്ഞു? റബ്ബ് ചോദിച്ചു, മരിച്ച വീട്ടിൽ ഇങ്ങനെ നടത്താൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? റസൂല് വഫാത്തായതല്ലേ ആ വീട്ടിലുണ്ടായിരുന്നോ? 9 വീടില്ലേ റസൂലിന്? എത്രയോ സഹാബാക്കളില്ലേ? ആ സഹാബാക്കളുടെ വീടുകളിൽ നിങ്ങൾ ഈ നടത്തുന്ന പരിപാടി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എന്താ പറയാൻ കഴിയുക? ഇമാമികളിലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, മാലിക്കി, അബൂ ഹനീഫത്തുൽ കൂഫി ആരെങ്കിലും പറഞ്ഞു അവരുടെ വീടുകളിൽ ഉണ്ടായിരുന്നോ ഈ പരിപാടി? ദീനിലില്ല. ഇത് പിൽക്കാലത്ത് ഏതൊക്കെയോ ചില ആളുകൾ വരുമാനത്തിന് വേണ്ടി ഉണ്ടാക്കി ദീനായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. ഇത് മതമായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. അപ്പൊ ഇസ്ലാമിൽ എന്ത് കടത്തിക്കൂട്ടിയാലും അത് തള്ളപ്പെടുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദീനിന്റെ മുഖം വികൃതമാക്കുകയാണ് ഈ കൂട്ടരി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. യഥാർത്ഥ ദീന് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ സമ്മതിക്കാത്ത വിധത്തിൽ ഒരു വ്യാജ ദീന് ആളുകളെ കാണിക്കുന്ന അവസ്ഥ പാടില്ല. അതുപോലെ തന്നെ ഇതിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യം പറയുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മറിയമിന്റെ ജനനം മുതൽ അത് തുടങ്ങുന്നുണ്ട്. ഇമ്രാന്റെ ഭാര്യ ഗർഭം ധരിച്ചപ്പോ ആ കുട്ടിയെ നേർച്ചയാക്കിയ സംഭവം പറയുന്നുണ്ട്. ഇമ്രാനും ഇമ്രാന്റെ ഭാര്യക്കും കൂടി മറിയം റളിയല്ലാഹു അൻഹ ജനിച്ചു. അങ്ങനെ അത് പെണ്ണായി പോയി. ആൺകുട്ടികളെ ആയിരുന്നു പള്ളിയിലേക്ക് കൊടുക്കാറുണ്ടായിരുന്നത്. പക്ഷെ നേർച്ച ചെയ്തു പോയത് കൊണ്ട് അത് കൊടുത്തതും അതിന്റെ കഫാലത്ത് മറിയമിന്റെ സംരക്ഷണ ഉത്തരവാദിത്വം ഇമ്രാൻ മരണപ്പെട്ടു പോയത് കൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാം ഏറ്റെടുത്തതും ഒക്കെ തുടർന്ന് പറയുന്നുണ്ട്. സക്കരിയ നബി മറിയം ബീവിയുടെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണ്. അദ്ദേഹത്തിനാണെങ്കിലും സക്കരിയക്കാണെങ്കിലും മക്കളില്ലാത്ത സക്കരിയ നബിക്ക് ഭാര്യയുടെ അനിയത്തിന്റെ മോളാണെങ്കിലും ഒരു കുട്ടി കിട്ടി എന്ന രൂപത്തിൽ സക്കരിയയാണ് ആ സംരക്ഷണം ഏറ്റെടുത്തിട്ട് വളർത്തിയത്.
ഒരു ദിവസം സക്കരിയ അലൈഹിസ്സലാം മറിയമിനെ പള്ളിയിൽ പ്രത്യേക ഭാഗത്ത് എല്ലാ ഡോറുകളും പൂട്ടി അതിന്റെ താക്കോലും എടുത്തിട്ടാണ് പുറത്തു പോകാറുള്ളത്. കാരണം വളർന്നു വരുന്ന പെൺകുട്ടിയാണ്, സംരക്ഷിക്കേണ്ടതുണ്ട്. ആ സംരക്ഷണ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. ആ ഒരു ജാഗ്രതയിൽ തന്നെ പള്ളിയൊക്കെ പൂട്ടി പുറത്തു പോയതാണ്. തിരിച്ചു വന്ന് പള്ളി തുറന്നു നോക്കുമ്പോ ആ മിഹ്റാബിൽ ഇരുന്നിട്ട് അന്ന് ആ നാട്ടിൽ കിട്ടാത്ത പഴങ്ങളൊക്കെ ഭക്ഷിക്കുന്നത് സക്കരിയ നബി കാണുകയും അന്നാലക്കി ഹാദ, എവിടെ നിന്നാണ് മറിയമേ ഇത് കിട്ടിയത് എന്ന് ചോദിക്കുകയും ചെയ്തത് ഈ ജുസുവിലാണ് പറയുന്നത്. അപ്പൊ മറിയം പറഞ്ഞു, കാലത്ത് ഹൂമിന്നില്ല, ഇത് അള്ളാന്റെ അടുത്തുനിന്ന് കിട്ടിയതാണ്, സ്വർഗത്തുനിന്ന് കൊണ്ടുവന്ന. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് ഇഷ്ടം പോലെ കൊടുക്കുകയോ എന്ന് മറിയം പറഞ്ഞത് ഇതിലാണ്. എന്തിനാണ് മറിയമിന് അള്ളാഹു തആല ഇത് കൊടുത്തത്? പണമില്ലാത്ത സമയത്ത് പഴം, നാട്ടിൽ തന്നെ പണമില്ലാത്ത സമയത്ത് മറിയമിന് എന്തിനാണ് ഈ പഴം കൊടുത്തത്? മറിയമിനെ ഒന്ന് പാകപ്പെടുത്താനുണ്ട്. ഈ ലോകത്ത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായും പല സംഗതികളും നടത്താൻ കഴിവുള്ള ഒരു റബ്ബുണ്ട് എന്ന് മറിയമിനെ ബോധ്യപ്പെടുത്തണം. കാരണം ഒരു സ്ത്രീക്കും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു വലിയ അത്ഭുതം ഈ മറിയമിലൂടെ അള്ളാഹു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഈ മറിയം പാകപ്പെടണമെങ്കിൽ പണമില്ലാത്ത സമയത്ത് പണമായും മറ്റ് പല രൂപത്തിലും അള്ളാഹുവിന്റെ അത്യത്ഭുതങ്ങൾ, അവന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ ഈ മറിയമിന് ബോധ്യപ്പെടുത്തുകയും മറിയം അത് അംഗീകരിക്കുകയും ചെയ്യണം. അംഗീകരിച്ചുകൊണ്ടാണ് സക്കരിയയോട് പറഞ്ഞത്, ഇത് അള്ളാഹ് തന്നതാണ്, അത് പറയാൻ മാത്രമുള്ള പക്വത മറിയമിനായി കഴിഞ്ഞു. അങ്ങനെ സക്കരിയക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നിട്ട് പോലും മക്കളില്ലാതെ കഷ്ടപ്പെടുന്നത് എന്തിനാ? ഇതിന് കഴിവുള്ള റബ്ബുണ്ടല്ലോ. അവിടെ വെച്ച് സക്കരിയ അള്ളാഹുവിനോട് ഒരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തു. കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തപ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടി, فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى, നിനക്കിതാ യഹ്യ എന്ന ഒരു കുട്ടിയെ അള്ളാഹു നൽകാൻ പോകുന്നു. മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് ആ യഹ്യയുടെ പേര് വരെ വിളിച്ചിട്ട് അള്ളാഹു തആല കുട്ടിയെ കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹം പറയുന്നു, ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാമുൻ വഖദ് ബലഗനിൽ കിബർ വംറഅതി ആഖിർ, ഞാൻ വൃദ്ധനായി, എന്റെ ഭാര്യയാണെങ്കിൽ മച്ചാണ്, പ്രസവിക്കാത്ത സ്ത്രീയാണ്, എങ്ങനെ കുട്ടിയുണ്ടാകും എന്ന് ചോദിച്ചപ്പോ ഒരൊറ്റ മറുപടി, കദാലിക അല്ലാഹു യഫ്അലു മാ യശാ, അല്ലാഹു ഉദ്ദേശിച്ചത് അല്ലാഹു ചെയ്യും. അതായത് മറുപടി. കാര്യകാരണങ്ങൾ കൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞത് നമുക്ക് നടപ്പായ ഒരു സമ്പ്രദായമായതുകൊണ്ട് അങ്ങനെ തന്നെ അള്ളാഹ് നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചതാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാരണം എന്നിട്ട് കുറച്ച് കാര്യം നടക്കുക, അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ബർക്കത്തില്ലാത്ത ചില പരിപാടി ഒരുപാട് ഉത്സാഹിച്ചിട്ട് ചെറിയ സംഗതി നടക്കുക, ഇനി കാരണവും സംഗതിയും ഈക്വൽ ആയിട്ട് വരും. അങ്ങനെ നടത്തുക. ഇനി കുറഞ്ഞ കാരണങ്ങൾ കൊണ്ട് വലിയ കാര്യം നടത്തി തരുമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാലല്ലേ ഇതൊക്കെ എങ്ങനെയായിരുന്നു നടന്നെന്ന് ആലോചിച്ചു. കുറഞ്ഞ കാര്യം വലിയ സംഗതികൾ നടന്നിരിക്കും. അങ്ങനെ നടത്തുവല്ല. ചിലപ്പോൾ കാരണങ്ങൾക്ക് വിരുദ്ധമായിട്ടും നടത്തുവല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ടു. തീയിലിടുക എന്ന കാരണം കൊണ്ടുണ്ടാകേണ്ടത് കത്തിച്ചു കളയുക, കരിച്ചു കളയുക എന്ന കാര്യമാണ്. പക്ഷെ അതിന് വിരുദ്ധമായി തണുപ്പുണ്ടാക്കിയുണ്ട്. അള്ളാഹുവിന് ഇതെല്ലാം കഴിയും. ആ അള്ളയാണ് പറയുന്നത്, യഹ്യയെ തരാൻ പോകുന്നു സക്കരിയ, അള്ളാഹ് ഇഷ്ടമുള്ളത് ചെയ്യും. അപ്പോ സക്കരിയ നബി അള്ളാഹിനോട് പറയാ, പഠിച്ചോനെ ഇത് കുട്ടീനെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പോ 8 മാസാണ്ടേ, ഇപ്പൊ ഭാര്യ ഗർഭിണിയാക്കാൻ ആകുക എന്നുള്ളതൊന്നും അറിയാനല്ലോ, അള്ള തരുമെന്ന് പറഞ്ഞ എപ്പം തരുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഒരു അടയാളം, ഒരു അടയാളം വേണം, അതിന് ഒന്ന് കാണിച്ചു തരുമോ? അള്ള പറഞ്ഞു, ആ അടയാളം വേണ്ട. അടയാളം അള്ള പറയുന്ന അടയാളം ഗർഭത്തിന്റെ അടയാളമല്ല, അള്ള അടയാളം അയച്ചു കൊടുക്കുന്നത്. 3 ദിവസം വർത്താനം പറയണ്ട, 3 ദിവസം വർത്താനം പറയേണ്ട സംസാര ശേഷി അള്ളാഹ് എടുത്തു കളഞ്ഞു. പിന്നെയോ ആംഗ്യ ഭാഷ മതി. ഒരു ലോകഭാഷയാണല്ലോ ആംഗ്യ ഭാഷ, എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഭാഷ, എല്ലായിടത്തും പറയാൻ പറ്റുന്ന ഭാഷ. ഇനി
പൊട്ടന്മാരെ ഭാഷ മതി, സംസാരിക്കേണ്ട, 3 ദിവസം സംസാരശേഷി അള്ളാഹു എടുത്തു കളയും. അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ സംസാരശേഷി എടുത്തു കളഞ്ഞാൽ ആ അള്ളാഹുവിന് എന്തും കഴിയുമെന്ന അനുഭവത്തിന് ബോധ്യപ്പെട്ടല്ലോ. അങ്ങനെയാണ് യഹ്യാ നബി ഉണ്ടായത് എന്ന് കൂടി ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇതില് ആയത്തുൽ മുബാഹലയുണ്ട്. ആയത്തുൽ മുബാഹല എന്ന് പറഞ്ഞാൽ പിന്നെ നിജറാനിൽ നിന്ന് കുറച്ച് ക്രിസ്ത്യാനികൾ വന്നിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംവാദം നടത്താൻ. ആ സംവാദം നടത്തിയിട്ട് അവർ പറഞ്ഞു, ഈസ അള്ളാന്റെ പുത്രനാണ്, ത്രിയേകത്വത്തിന്റെ ആളുകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഈസ നബിയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അതാണ് ശരി. അല്ല, ഞങ്ങൾ പറയുന്നതാണ് ശരി, അള്ളാന്റെ ദൈവപുത്രനാണ്. അപ്പൊ റസൂൽ പറഞ്ഞു, ഇവരുടെ കാലത്ത് ഇഞ്ചീലിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരു മുബാഹല പരിപാടിയുണ്ട്, നമ്മൾ മുബാഹല നടത്തി കളിയാം. അള്ളാഹു റസൂലിന് നിർദ്ദേശം കൊടുത്തു മുബാഹല നടത്താൻ. എന്താ മുബാഹല? കുടുംബത്തിനെ വിളിക്കുക, ഓരോരോ കുട്ടികളെ വിളിക്കുക, കുടുംബത്തിന് ഓരോക്കുള്ള ആസ്തിയോ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് അള്ളാഹിനോട് വേർക്കുക, ഞാനീ പറയുന്നത് സത്യമാണ്, ഇത് കളവാണെങ്കിൽ ഇതൊക്കെ പോട്ടെ, കുട്ടികളും സമ്പാദ്യം ഒക്കെ പോട്ടെ എന്ന് പറയാം. ഇവരും പറയാം, ഓരും പറയാം. ഈ നെജറാന്ന് വന്ന ക്രിസ്ത്യാനിയെ ഉള്ളിലുള്ള അറിയാലോ, ഇവര് പറയുന്നതിന്റെ റസൂല് പറയുന്നതിന്റെ ശരി, ഓര് ഓടിയ വഴിക്ക് പിന്നെ പുല്ല് വളർത്തിട്ടില്ല, മുബാഹല പോലും നിന്നിട്ടില്ല. ആ സംഭവം ഈ ജുസുവില് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനവും വളരെ വ്യക്തമായി തന്നെ ഈ സൂറയിൽ ഈ ജുസുവിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം പിന്നെ കളിമണ്ണ് കൊണ്ട് പക്ഷിനെ ഉണ്ടാക്കിയിട്ട് ഊതി പറപ്പിച്ചു, കുഷ്ഠവും വെള്ളപ്പാടൊക്കെ സുഖപ്പെടുത്തിയ സംഗതി. അദ്ദേഹത്തിന്റെ സഹാബത്തിന് ഹവാരികളാണ്, ഹവാരി എന്നാണ് പറയാറുള്ളത്. നമ്മളിപ്പോ റസൂലിന്റെ അനുയായികൾക്ക് അസ്ഹാബ് സഹാബി എന്നൊക്കെ പറയും പോലെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുചരന്മാർക്ക് ഹവാരി എന്നാണ് പറയുക. ആ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം കാണിച്ച മുഅ്ജിസത്തുകൾ, അത്ഭുതങ്ങൾ എല്ലാം എണ്ണി പറഞ്ഞിട്ടു അദ്ദേഹം ദൈവമല്ല, മറിച്ച് ദൈവപുത്രനുമല്ല, പ്രവാചകൻ മാത്രമാണ്. ഈ അത്ഭുതങ്ങളെല്ലാം അംഗീകരിച്ചിട്ടും ആ ഒരു കാര്യമാണ് ഖുർആൻ സ്ഥാപിക്കുന്നത് എന്ന കാര്യവും ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. അതിന് അല്ലാഹു തആല പറയുന്നത്, അതിന് വലിയ തെളിവായിട്ട് അല്ലാഹു തആല പറയുന്നത് 79ാമത്തെ ആയത്താണ്. അതായത് മാ കാന ലിബശരിൻ യൂതിയഹു അല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ്വ സുമ്മ യഖൂലു ലിന്നാസി ഖൂലു ഇബാദൻ ലീ മിൻ ദൂനില്ലാഹ്. അല്ലാഹു തആല ഒരു മനുഷ്യന് കിതാബ് കൊടുക്കുക, വിജ്ഞാനം കൊടുക്കുക, നുബുവ്വത്ത് കൊടുക്കുക, ഇങ്ങനെ പലതും കൊടുത്തിട്ട് അല്ലാഹു ഒരു മനുഷ്യനെ ആദരിക്കുക. എന്നിട്ട് ആ മനുഷ്യൻ തിരിഞ്ഞു തെറ്റ് പറയാറുണ്ട്, ഖൂലു ഇബാദൻ ലീ, നിങ്ങളെല്ലാവരും എന്റെ അടിമയായിക്കോളി മിൻ ദൂനില്ലാഹ്, അല്ലാഹനെ കൂടാതെ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അള്ളാഹിന്റെ മറുപടി പറഞ്ഞത്, ഈസാ നബിക്ക് കിതാബ് കൊടുത്തത് അള്ളയാ, ഈസയെ നബിയാക്കിയത് അള്ളയാ, ഈസയെ ജനിപ്പിച്ചത് അള്ളയാ. ഇതെല്ലാം അനുഭവിക്കുന്ന ഈസ തിരിഞ്ഞു നിന്നിട്ട് പറയാത്തത് നിങ്ങളെല്ലാം ഇനി എന്നെ ആരാധിച്ചാൽ മതി, അതൊരിക്കലും ഇല്ല എന്ന് യുക്തിഭദ്രമായി അല്ലാഹു തആല പറഞ്ഞുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രവാചകത്വം സ്ഥിരപ്പെടുത്തുകയും അദ്ദേഹം ഇലാഹാണ് എന്ന് പറഞ്ഞത് നിരാകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സൂറ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ വ്യക്തമായ കുഫറിലേക്ക് പോകരുതേ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ ജുസു അവസാനിപ്പിക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ക്രിസ്ത്യാനികളെ പോലെ നിങ്ങൾ ആയിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.